അല്ല, ഈ കോൺഗ്രസിനെ കുറിച്ച് കേരള ഘടകത്തിനുള്ള അഭിപ്രായം CPM-ന്റെ മറ്റ് സംസ്ഥാന ഘടകങ്ങൾക്കില്ലല്ലോ. ബീഹാറിൽ CPIM-ല് 3, CPM-ഉം CPI ഓരോന്ന്. ഇപ്പൊ നോക്കൂ, ഇവിടെ തമിഴ്നാട്ടിൽ 2 വീതം CPM-ഉം CPI മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നു. കോൺഗ്രസ് സജീവമായിട്ടുള്ള എല്ലാ സ്ഥലത്തും മൃദുഹിന്ദുത്വ നിലപാടാണെന്നാണ് ഈ ഒറ്റ പോയിന്റ് കൊണ്ട് ഞാൻ പറയുന്നത്. അത് കേരള ഘടകത്തിന് മാത്രം നിലപാടല്ല, എല്ലാവരുടെ നിലപാടാണ്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ എല്ലാ പാർട്ടിയുടെയും ഒരേ നിലപാടാണ്. കോൺഗ്രസ് മൃദുഹിന്ദുത്വവാദികളാണെന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് PBക്കും ഉണ്ട്. അങ്ങനെയുള്ള മൃദുഹിന്ദുത്വവാദികളുമായിട്ട് എങ്ങനെയാണ് കേരള മൊഴികൾ വർഗീയതയെ പ്രതിരോധിക്കാൻ? അത് അതങ്ങനെയൊക്കെ പ്രതിരോധിക്കാം. അത് വളരെ വ്യക്തമല്ലേ. അതായത് തീവ്ര ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ മൃദു ഹിന്ദുത്വത്തെ കൂടി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ CAA ആണ് ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ CAA വളരെ വ്യാപകമായി CAA വിരുദ്ധ റാലികൾ തുടങ്ങിയവയാണ് മുഖ്യമായി ഇടതുപക്ഷം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് പോലും അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് BJP എറിഞ്ഞ ചൂണ്ടയിൽ കൊത്തലാണെന്ന നിലപാടാണ് അവർക്ക്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കുക എന്നുള്ള തന്ത്രത്തിലാണോ ഇടതുപക്ഷം? ഞങ്ങൾക്ക് അങ്ങനെ തന്ത്രം നോക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് വളരെ വ്യക്തതയോടുകൂടിയാണ്. അതിൻ്റെ സാമ്പത്തിക നിലപാട്, കോൺഗ്രസിൻ്റെ സാമ്പത്തിക നിലപാടിനെ അതിശക്തിയായിട്ട് എതിർത്ത പാർട്ടി ഞങ്ങൾ, അന്നും അതെ ഇന്നും അതെ. BJPയുടെ നിലപാട് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി അദാനിയെയും അംബാനിയെയും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് കോൺഗ്രസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്ന പോലെ 3 വിഭാഗങ്ങൾ ഓഹരി വെച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഓഹരി കിട്ടിയത് കോർപ്പറേറ്റുകൾക്കാണ്. അത് കോൺഗ്രസിൻ്റെ കാലത്തും അതെ, BJPയുടെ കാലത്തും അതെ. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ നിലപാടിൽ, സാമ്പത്തിക നിലപാടിൽ വലിയ എതിർപ്പാണ് കോൺഗ്രസുമായിട്ടുള്ളത്. അന്നും അതെ ഇന്നും അതെ, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ കോൺഗ്രസുമായിട്ട് നീക്കുപോക്കുണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? BJPയെ തോൽപ്പിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ ഓരോ യൂണിറ്റായിട്ടെടുത്ത് അവിടെയുള്ള മണ്ഡലങ്ങളിൽ BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവരുത്. ഛിന്ന ഭിന്നമാവാതിരിക്കാൻ എന്ത് വേണം? അവിടെ 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 63% പുറത്താണ്. ഈ ശതമാനത്തെ കൃത്യമായിട്ട് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ BJPയെ തോൽപ്പിക്കാം. രാഷ്ട്രീയമോ സംഘടനാപരമോ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഉള്ള ഐക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസുമായിട്ടുള്ള ഐക്യം എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? അല്ല, ഇപ്പോൾ ഇതാ ഈ ഒറ്റ പ്രശ്നം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചൊരു കാര്യം, വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം UDFന് അനുകൂലമായിട്ടുണ്ടായി. ബ്ലോക്കായിട്ട് ന്യൂനപക്ഷങ്ങൾ UDFന് വോട്ട് ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ വലിയ നിലയിൽ ഈ ന്യൂനപക്ഷ വോട്ട് ഏകീകരണം എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള ക്യാമ്പയിനാണോ സമ്പൂർണ്ണമായി ഇടതുപക്ഷം നടത്തുന്നത്? ഞാനൊരു കാര്യം പറയാം. 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ക്യാമ്പയിൻ മോഡി വിരുദ്ധ ക്യാമ്പയിൻ തന്നെയാണ്. ആ മോഡി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭയം ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി. അതിക്കുറി ഉണ്ടാവില്ലേ? ഞാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്രാവശ്യം അതല്ല ചിത്രം. ഇന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇടതുപക്ഷം വേണം. നേരത്തെ പ്രശ്നം പറഞ്ഞാൽ ഇവർ ഗവൺമെൻറ് രൂപീകരിക്കാൻ പോവാണ്. എന്തെങ്കിലും രീതിയിലുള്ള ചാൻസ് കിട്ടിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ രാഹുൽ ഗാന്ധിയെ സഹായിക്കണം എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധി? മോദി അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രി? അതൊക്കെ അന്നേരം തീരുമാനിക്കാം. ഇപ്പോൾ തീരുമാനിക്കുന്ന ആവശ്യമുണ്ടല്ലോ.